ഗുസ്തി താരം ബജ്രംഗ് പുനിയയ്ക്ക് സസ്പെൻഷൻ. ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയുടേതാണ് നടപടി. ഒളിമ്പിക്സ് പരിശീലനത്തിന് മുന്നോടിയായി സാമ്പിൾ നൽകാൻ ബജ്രംഗ് പുനിയ വിസമ്മതിച്ചിരുന്നു. നോബിൾ മാരിക്കാരൻ തുടരുന്നുണ്ട്. നോബിൾ, ആ, അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് സാമ്പിൾ നൽകാൻ വിസമ്മതിക്കുന്നതിലൂടെ ആ, ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നു എന്നാണോ? നികേഷ്, ഈ ഉത്തേജക വിരുദ്ധ ഏജൻസി, ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി കഴിഞ്ഞ മാർച്ചിൽ, അതായത് സോനിപ്പത്തിൽ നടന്ന ഒരു ചാമ്പ്യൻഷിപ്പിന് പിന്നാലെയാണ് ഇതിൽ ബജ്രംഗ് പുനിയയോട് സാമ്പിൾ നൽകാൻ, സാധാരണഗതിയിൽ അത്തരത്തിൽ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ ഇവർക്ക് സാമ്പിൾ നൽകേണ്ടതുണ്ട്. എന്നാൽ അവിടെ തോൽവിയുണ്ടായതിന് പിന്നാലെ തന്നെ ബജ്രംഗ് പുനിയ അവിടെ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്തത്. സാമ്പിൾ നൽകിയില്ല. പിന്നീടും പല ഘട്ടങ്ങളിൽ ഈ സാമ്പിൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും യൂറിൻ സാമ്പിൾ ഉൾപ്പെടെ നൽകാതെ ബജ്രംഗ് പുനിയ പിന്മാറി എന്നതാണ് ഇതിൽ ഒരു ആരോപണമായി ഉള്ളത്. ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ഉത്തേജക വിരുദ്ധ ഏജൻസി ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തി. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ ബജ്രംഗ് പുനിയയ്ക്ക് നോട്ടീസ് നൽകാനുള്ള തീരുമാനം എടുത്തുവാൻ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം ഏപ്രിൽ 23 നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസിന് മറുപടികൾ നൽകാതെ വന്നതോടെയാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഒളിമ്പിക്സിന് ഇനിയിപ്പോൾ വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സസ്പെൻഷൻ ഇതേപടി നിലനിൽക്കുകയാണെങ്കിൽ ബജ്രംഗ് പുനിയയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രാക്ടീസുകളിലോ അല്ലെങ്കിൽ മറ്റ് ചാമ്പ്യൻഷിപ്പുകളിലോ ഒന്നും, ട്രയലുകളിലോ ഒന്നും പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. എന്താണെങ്കിലും ഉത്തേജകം ഉപയോഗിച്ചോ എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. പക്ഷേ ഉത്തേജകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തത് തന്നെ ഒരു കടുത്ത കുറ്റമാണ്. അത്തരത്തിൽ ഒരു നടപടി ആണ് എന്നതാണ് ഇതിൽ മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വിലക്ക് ഉണ്ടായിരിക്കുന്നത്. ബജ്രംഗ് പുനിയ, സാക്ഷി മാലിക് അടക്കമുള്ള താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക അതിക്രമ പരാതിയിൽ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും തെരുവിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത കായിക താരങ്ങളാണ് ഇവർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇവർക്കെതിരെ ഉണ്ടായതൊരു പ്രതികാര നടപടിയാണോ എന്നടക്കമുള്ള സംശയങ്ങൾ നിൽക്കുകയും ചെയ്യുന്നു. അതേസമയം ഇതിൽ ഇപ്പോഴും, അതായത് ഈ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിക്ക് ഇപ്പോഴും ഈ ബജ്രംഗ് പുനിയ സാമ്പിൾ നൽകിയിട്ടില്ല എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ വ്യക്തമാവുകയാണ്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ബജ്രംഗ് പുനിയ തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്.